മോർണിംഗ് ടു ഓൾ. നമുക്ക് ഇനി പഠിക്കാനുള്ള ടോപ്പിക്ക് ഫിക്സഡ് അസറ്റ് റേഷ്യോ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് ലിവറേജ് റേഷ്യോ ആണ്, ലിവറേജ് ഓർ സോൾവൻസി റേഷ്യോ ആണ്. അതിൽപ്പെടുന്ന വേറൊരു റേഷ്യോ ആണ് ഫിക്സഡ് അസറ്റ് റേഷ്യോ. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഫിക്സഡ് അസറ്റ് ടു ലോങ് ടൈം ഫണ്ട്സ് ഓർ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഫിക്സഡ് അസറ്റും ലോങ് ടൈം ഫണ്ട്സ് എന്ന് പറയുന്നത് തന്നെയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണ് ഫിക്സഡ് അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ലോങ് ടൈം ഫണ്ട്സ്. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ എടുക്കണം. എന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ ഒക്കെ കുറച്ച് കഴിഞ്ഞുള്ള ഫിക്സഡ് അസറ്റ് ഏതാണ്? ആ ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ ലോങ് ടൈം ഫണ്ട്സ് ആണ്. ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ലോങ് ടൈം ഫണ്ട്സ്. ഫിക്സഡ് അസറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ലോങ് ടൈം ഫണ്ട്സ്. ദെൻ ഈ ലോങ് ടൈം ഫണ്ട്സിൽ ഉൾപ്പെടുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ലോങ് ടൈം ലയബിലിറ്റീസ്. ഇതൊക്കെയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓർ ലോങ് ടൈം ഫണ്ട്സിൽ ഉൾപ്പെടുന്ന ഐറ്റംസ്. നമുക്ക് ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ അറിയാം അല്ലേ? ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഫിക്സഡ് അസറ്റ് എന്നറിയാം. ഇനി ലോങ് ടൈം ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, അതിന് ലോങ് ടൈം ലയബിലിറ്റീസ് ആണ് ഈ ലോങ് ടൈം ഫണ്ട്സ് ഓർ ക്യാപിറ്റൽ എംപ്ലോയിഡിൽ വരുന്നത്. അതല്ലെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓർ ലോങ് ടൈം ഫണ്ട്സ് കണ്ടുപിടിക്കാം. ആ ഇക്വേഷൻ ഇതാണ്: ഫിക്സഡ് അസറ്റ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. അപ്പം ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. ഇങ്ങനെയാണ് നമ്മൾ ലോങ് ടൈം ഫണ്ട്സ് ഓർ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ഫിക്സഡ് അസറ്റ് റേഷ്യോ. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ഇതൊക്കെയാണ്: ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2 lakhs, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 lakhs, long term loans 1 lakh, 6% debentures 1,25,000, reserves and surplus 75,000, current liabilities 3 lakhs, fixed asset നെറ്റ് എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ കുറച്ചുള്ളതായിരിക്കും. ഫിക്സഡ് അസറ്റ് നെറ്റ് 7,50,000, കറണ്ട് അസറ്റ്സ് 1,50,000. ഇത്രയാണ് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ഇത്രയാണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത് എന്താ? കാൽക്കുലേറ്റ് ഫിക്സഡ് അസറ്റ് റേഷ്യോ ആണ്. ഫിക്സഡ് അസറ്റ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ ലോങ് ടൈം ഫണ്ട്സ് ആണ്. ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ ലോങ് ടൈം ഫണ്ട്സ് ആണ്. ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിനകത്തുള്ള ഫിക്സഡ് അസറ്റ് തന്നിട്ടുണ്ട് അല്ലേ? 7,50,000 ആണ്. അപ്പോൾ 7,50,000 ഡിവൈഡ് ബൈ ലോങ് ടൈം ഫണ്ട്സ്. ലോങ് ടൈം ഫണ്ട്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരും, ലോങ് ടൈം ലോൺസ് വരും, ഡിബഞ്ചേഴ്സ് വരും അല്ലേ? ദെൻ അതുപോലെ എന്ത് വരും? ഇത്ര ഐറ്റമാണ് എന്താ ലോങ് ടൈം ഫണ്ട്സിൽ വരുന്നത്. അപ്പോൾ നോക്കുക ഇവിടെ ഇക്വേഷൻ എങ്ങനെ ആൻസർ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഇവിടെ നോക്കുക: ഫിക്സഡ് അസറ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ ലോങ് ടൈം ഫണ്ട്സ്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ 7,50,000. ലോങ് ടൈം ഫണ്ട്സ് ഓർ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ലോങ് ടൈം ലോൺസ്, അതുപോലെ തന്നെ 6% ഡിബഞ്ചേഴ്സ്. ഇത്ര ഐറ്റംസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ലോങ് ടൈം ലോൺസ്, 6% ഡിബഞ്ചേഴ്സ് കൂടെ നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് 6 lakhs കിട്ടി. നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക: ഫിക്സ്ഡ് അസറ്റ് ഡിവൈഡ് ബൈ ലോങ് ടൈം ഫണ്ട്സ് അല്ലേ? 7,50,000 ഡിവൈഡ് ബൈ 6 lakhs. ദാറ്റ് ഈസ് നമുക്ക് ആൻസർ കിട്ടുന്ന 1.25 ആണ്. നമ്മളെങ്ങനെ ആൻസർ എഴുതേണ്ടത്? 1.25:1 എന്ന് പറഞ്ഞ് എഴുതാം. 1.25:1. 1.25 എന്ന് പറഞ്ഞാൽ എന്താ? ഫിക്സഡ് അസറ്റ് ആണ്. 1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓർ ലോങ് ടൈം ഫണ്ട്സ് ആണ്. ഈ രീതിയിലാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിനി പഠിക്കാനുള്ളത് കവറേജ് റേഷ്യോ ആണ്. കവറേജ് റേഷ്യോയിൽ ഉൾപ്പെടുന്നത് 3 റേഷ്യോസ് ഉണ്ട്: ഇൻട്രസ്റ്റ് കവറേജിങ് റേഷ്യോ, ഡിവിഡൻഡ് കവറേജ് റേഷ്യോ, ടോട്ടൽ കവറേജ് റേഷ്യോ. നമ്മൾ ലിവറേജ് റേഷ്യോ പഠിച്ചിട്ടായിരുന്നു. ലിവറേജ് റേഷ്യോയിൽ ഉൾപ്പെടുന്ന ഒരു റേഷ്യോ ആണ് കവറേജ് റേഷ്യോ. കവറേജ് റേഷ്യോയിൽ 3 റേഷ്യോസാണ് ഉൾപ്പെടുന്നത്: ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഡിവിഡൻഡ് കവറേജ് റേഷ്യോ, ടോട്ടൽ കവറേജ് റേഷ്യോ. അതിൽ ഫസ്റ്റ് വൺ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ദിസ് റേഷ്യോ മെഷേഴ്സ് ദ കപ്പാസിറ്റി ഓഫ് ദ ഫേം ടു പേ ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ് റെഗുലർലി. It establishes the relationship between operating profit and interest charges.
കവറേജിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഫേമിന് അവരുടെ ലോങ് ടൈം ഡെറ്റ് എന്ന് പറഞ്ഞാൽ ലോൺസിന് ഡിബഞ്ചേഴ്സിനൊക്കെയുള്ള ഇൻട്രസ്റ്റ് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന കപ്പാസിറ്റി മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. നമുക്കറിയാം ലോങ് ടൈം ഡെറ്റായ ഡിബഞ്ചേഴ്സ്, ബാങ്ക് ലോണ് ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ വർഷവും നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം, സർട്ടൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കൊടുക്കണം. ആ ഇൻട്രസ്റ്റ് കൊടുക്കാൻ ഉള്ള ബിസിനസ് ഫേമിൻ്റെ കഴിവ് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ഇൻട്രസ്റ്റ്. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ്. ഇതാണ് ഇക്വേഷൻ. അടുത്ത റേഷ്യോ ആണ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. Dividend coverage ratio measures the ability of a company to pay dividend on preference shares carrying a fixed rate of dividend. Dividend coverage ratio പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ്. നമുക്കറിയാം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പം അവർക്ക് സർട്ടൻ പെർസെൻറ്റേജ് ഫിക്സ്ഡ് ഡിവിഡൻഡ് കൊടുക്കണം അല്ലേ. 6% പ്രിഫറൻസ് ഷെയർസ്, 8% പ്രിഫറൻസ് ഷെയർസ് എന്നൊക്കെ പറഞ്ഞായിരിക്കും തരുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് എല്ലാ വർഷവും ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുത്തിരിക്കണം. ആ ഡിവിഡൻഡ് കൊടുക്കാനുള്ള ബിസിനസ് ഫേമിൻ്റെ എബിലിറ്റിയെ മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഫിക്സ്ഡ് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുന്ന ബിസിനസ് ഫേമിൻ്റെ കഴിവ് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. ഡിവിഡൻഡ് കവറേജ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻഡ്. ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡ് കവറേജ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻഡ്. ദ നെക്സ്റ്റ് റേഷ്യോ ആണ് ടോട്ടൽ ഓർ ഓവറോൾ കവറേജ് റേഷ്യോ. ടോട്ടൽ ഓർ ഓവറോൾ കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഫേമിന് ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റും ഡിവിഡൻഡൊക്കെ എന്ന് വെച്ചാൽ ഇക്വിറ്റി ഷെയർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാനുള്ളതും അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സിനും ലോങ് ടൈം ലോൺസിനൊക്കെ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതുപോലെ ഡിവിഡൻഡൊക്കെ കൊടുക്കാനുള്ള ബിസിനസ് ഫേമിൻ്റെ എബിലിറ്റിക്ക് പറയുന്നതാണ് ഓവറോൾ കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയും ഡിവിഡൻഡ് കവറേജ് റേഷ്യോയും കൂടെ ഒന്നിച്ച് വരുന്ന റേഷ്യോ ആണ് ഓവറോൾ കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഫേമിന് അവരുടെ പ്രിഫറൻസ് ഷെയർസിന് ഡിവിഡൻഡ് കൊടുക്കാനും അതുപോലെ ഡിബഞ്ചേഴ്സിനും ലോണിനും ഒക്കെ ഇൻട്രസ്റ്റ് കൊടുക്കാനുമുള്ള ബിസിനസ് ഫേമിൻ്റെ കപ്പാസിറ്റി മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ഓവറോൾ ഓർ ടോട്ടൽ കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. ഓവറോൾ ഓർ ടോട്ടൽ കവറേജ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. എബിറ്റ് EBIT എബിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഫിക്സഡ് ചാർജസ്. എബിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഫിക്സഡ് ചാർജസ്. EBIT എന്ന് പറഞ്ഞാൽ എബിറ്റ് എന്ന് പറഞ്ഞാൽ ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. EBIT എന്ന് പറഞ്ഞതാണ് ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. ടോട്ടൽ ഫിക്സഡ് ചാർജസ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻറ്റുമാണ് അവിടെ വരുന്നത്. ഇൻട്രസ്റ്റ് ബാങ്ക് ലോണിനും അതുപോലെ ഡിബഞ്ചേഴ്സിനും കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻറ്റും കൂടെ കൂട്ടുന്നതാണ് ടോട്ടൽ ഫിക്സഡ് ചാർജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലിവറേജ് റേഷ്യോയിലുള്ള റേഷ്യോസൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച റേഷ്യോസ് ഇതാണ്. ഏതാ? കവറേജ് റേഷ്യോ അതിൽ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഡിവിഡൻറ്റ് കവറേജ് റേഷ്യോ, ടോട്ടൽ കവറേജ് റേഷ്യോ.